സ്നേഹദളങ്ങളിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ വിദ്യയിൽ വിസ്മയ തീരം തീർത്തൊരു വിമോചനത്തിൻ ജ്യോതിസിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ വിദ്യയിൽ വിസ്മയ തീരം തീർത്തൊരു വിമോചനത്തിൻ ജ്യോതിസിതാ മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ We salute humanity, soul may softly chant the song, be a part of our mission, be the light that illuminate. We salute humanity, soul may softly chant the song, be a part of our mission, be the light that illuminate. عزيز لنا والعرب لنا والهند لنا والكل لنا أضحى الإسلام لنا دينا وجميع الكون لنا وطنا चीनो अरब हमारा हिंदुस्तान हमारा हिंदुस्तान हमारा सारा जहान हमारा सारा जहान हमारा വേദിയിൽ സ്വാഗത ഭാഷണം ക്ഷമിക്കണം ഖിറാഅത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാന്യരായ മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈലി സ്വാഗത ഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ ഈ സ്ഥാപനം സന്ദർശിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ബഹുമാന്യരായ മന്ത്രി അവർകൾക്കും മറ്റു വിശിഷ്ട അതിഥികൾക്കും മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ ഹൃദയംഗമമായ സ്വാഗതങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ നിസ്തുലമായ സേവനങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ബഹുമാന്യരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകളുടെയും പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും മറ്റു ബഹുജനങ്ങളുടെയും കഠിനമായ പരിശ്രമങ്ങളുടെ ഫലമായി 1978 സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്ന
ഈ വിദ്യാഭ്യാസ സമുച്ചയം 37ാം വാർഷികം 2014 ഡിസംബറിൽ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വിദ്യ നൽകുന്നതോടൊപ്പം ഗവൺമെൻറ്റുകൾക്ക് പലപ്പോഴും നിർവഹിക്കാൻ സാമ്പത്തികമായും മറ്റും പ്രയാസമുള്ള വിഷയങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെ സേവനങ്ങൾ പലപ്പോഴും ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കാറുണ്ട്. ആ ഗണത്തിൽ മുൻപ് KPCCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നപ്പോഴും അതിനു മുൻപ് MP-യായി മറ്റു വിവിധ AICC-യുടെയും KPCC-യുടെയും ഉന്നത പദവികളിൽ വിരാജിച്ചപ്പോഴൊക്കെ ഇവിടെ ഓടി വന്ന് നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തരികയും ബഹുമാനപ്പെട്ട ഉസ്താദ് ഡൽഹിയിലും തിരുവനന്തപുരത്തും വിവിധ ആവശ്യങ്ങൾക്ക് ഓടിച്ചെല്ലുമ്പോഴെല്ലാം നമുക്ക് സഹായം നൽകുകയും ചെയ്ത ബഹുവന്യരായ ആഭ്യന്തരമന്ത്രിക്ക് ഈ സന്ദർഭത്തിൽ മർക്കസിൻ്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് എന്നത് വളരെ ഭാരമുള്ള ഒരു വകുപ്പ് തന്നെയാണ്. ആ വകുപ്പ് വളരെ സുന്ദരമായി ജനങ്ങൾക്ക് ഉപകാരമുള്ള രൂപത്തിൽ മാറ്റി എടുക്കുകയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും മറ്റ് പിന്നാക്ക സമൂഹങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ പുതിയ പദവിക്ക് ഇവിടെ അർപ്പിക്കുന്നതിന് വേണ്ടി നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ പരിപാടിയിൽ ആദ്യം വഹിക്കുന്നത് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ മുഖ്യ കാര്യദർശി, ഇതിൻ്റെ ശില്പിയായ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. 22,000 വിദ്യാർത്ഥികൾ, അത്രയും കുട്ടികൾക്ക് ഈ മർക്കസിൻ്റെ മെയിൻ ക്യാമ്പസിൽ നിന്ന് തന്നെ നേരിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഈ വലിയ വിദ്യാഭ്യാസ സമുച്ചയം കേരളത്തിന് പുറത്ത് കാശ്മീർ മുതൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നു. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് DCC-യുടെ പ്രസിഡന്റ്, KPCC-യുടെ ജനറൽ സെക്രട്ടറി T. സിദ്ദീഖ് സാഹിബ്, KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, കുന്നമംഗലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും ഗുണം ചെയ്യുന്ന ശ്രീ ധനീഷ് ലാൽ, കുന്നമംഗലം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിനോദ് പടനിലം, മാർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്, മറ്റ് ഇവിടെ വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ആദം മുൽസി, KPCC-യുടെയും DCC-യുടെയും KSU-വിൻ്റെയും അതുപോലെ മറ്റു വിവിധ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളുടെ മറ്റ് സാംസ്കാരിക സംഘടനകളുടെ ബന്ധപ്പെട്ട പ്രതിനിധികളെയും ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആദരണീയരായ കാന്തപുരം ഉസ്താദിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറ്റവും പ്രിയങ്കരനായ
കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, മറ്റ് കോൺഗ്രസിൻ്റെയും മറ്റ് രംഗത്തുള്ള എല്ലാ പ്രവർത്തകരും, ഞാൻ എല്ലാവരും പേര് പറയാത്തത് ഇവിടെ ഇന്ന് വേറെ ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ സ്വീകരണ പരിപാടി പകൽ സമയത്ത് കഴിക്കണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. സമയം വഴുകിപ്പോയതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമാണ് അങ്ങനെ വഴുകിപ്പോകൽ എന്ന് എനിക്ക് കൂടുതൽ അനുഭവമുള്ളത് കൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്. ഞാൻ എത്താൻ പറയുന്ന സ്ഥലത്ത് എത്താൻ ചിലപ്പോൾ താമസിച്ചു പോകാറുണ്ടല്ലോ. അതുപോലെ ചിലപ്പോൾ ഒഴിയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാകും. ഏതായാലും പരിപാടി നീട്ടി കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ചുരുക്കി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അല്ല ഇപ്പോൾ ഇവിടെ വന്നത്. എത്രയോ കൊല്ലങ്ങളായി ഇവിടെ വരുന്നത് സ്വന്തം പേരിലോ മറ്റ് ഉദ്യോഗത്തിൻ്റെ പേരിലോ ആയിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആഭ്യന്തര മന്ത്രിക്ക് വസീറു ദാഖിലിയ എന്ന് അറബിയിൽ പറയും. രാജ്യത്തിൻ്റെ അകത്ത് ഉള്ള ഏത് വിഷയങ്ങളും നിയന്ത്രിക്കുകയും അച്ചടക്കമുണ്ടാക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മന്ത്രി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ആഭ്യന്തരം എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം. അങ്ങനെ ഏറ്റവും വലിയ ഭാരിച്ച ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയവറുകൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വന്നതിൽ ഞങ്ങളുടെ സന്തോഷം ആദ്യമായി അറിയിക്കുന്നു. രണ്ടാമതായി ഞങ്ങളുടെ ചെറിയൊരു ഖേദം, 22,000-ഓളം കുട്ടികൾ ഈ മെയിൻ ക്യാമ്പസുമായി, മർക്കസിൻ്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും നിരത്തി ഒരു വലിയ ഗംഭീര സ്വീകരണം ആക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ശനിയാഴ്ചക്ക് ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ശനിയാഴ്ച സ്കൂളില്ലാത്ത കുട്ടികൾ കുറഞ്ഞുപോയി. എന്നാലും ബാക്കിയുള്ള കുട്ടികളെല്ലാം ചേർത്ത് സ്വീകരണം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും വൈകുന്നേരമായപ്പോൾ കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അതിനാൽ ബാക്കിയുള്ള ഇവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളെ, ഇവിടെ മാത്രം താമസിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ സ്വീകരണം നടത്തുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ മർക്കസിൻ്റെ സമ്മേളനവുമെല്ലാം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വലിയ ഗംഭീര സ്വീകരണം നമുക്ക് നടത്താം. ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട മന്ത്രിയവറുകളോട് പറയാനുള്ളത്, ഇന്ന് പാവപ്പെട്ട ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വയനാട് തുടങ്ങിയ മലയോര പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഈ കസ്തൂരി രംഗൻ നിയമവും കൊണ്ട് വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 74 വയസ്സ് ആയി. ഈ 74 വയസ്സിനിടയിൽ ഇത്രയും അധികം രാജ്യത്തിന് അപകടം പിടിച്ച മറ്റൊരു കാര്യം പൊതുവായി ഉണ്ടായതായി എനിക്ക് അറിവില്ല. അത് എന്തുകൊണ്ട്? ഇത് പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഇതിൻ്റെ കട്ടപ്പാട് വരുന്നത്. വലിയ വലിയ പണക്കാരൻ ടൗണുകളിൽ മണിമന്ദിരങ്ങൾ പണിത്, കൊട്ടാരങ്ങൾ പണിത് അതിൽ താമസിക്കുകയും അവർ ബിസിനസ് നടത്തുകയും എല്ലാം ചെയ്യും. പാവപ്പെട്ടവർക്ക് അവരുടെ മലയോര പ്രദേശങ്ങളിൽ തന്നെ
ജീവിക്കണം. അവിടെ കെട്ടിടങ്ങൾ പണിയണം, അവിടെ വീടുകൾ നിർമ്മിക്കണം, അവിടെ മറ്റ് പല പദ്ധതികളും പരിഷ്കരണങ്ങളും വേണം. അതിന് ഏറ്റവും വലിയ തടസ്സമാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി അവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അതുകൊണ്ട് നേരിട്ട് തന്നെ മന്ത്രിയുടെ വകുപ്പിൽപ്പെട്ടതല്ലെങ്കിൽ പോലും വകുപ്പ് അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസ് ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അവിടെ അവർക്ക് ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞ് കളിച്ച് ഇലക്ഷൻ കഴിയാൻ കാത്തു നിന്നാൽ പറ്റുകയില്ല. ഇതിന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയവരുടെ നേതൃത്വത്തിൽ പരിശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇന്ന് ഞങ്ങളുടെ സുന്നി പ്രവർത്തകർ ഒരുപാട് അക്രമങ്ങളും അനീതിയും സഹിക്കേണ്ടി വരികയും അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടെ 99% പോലീസുകാരും വളരെയധികം നീതിയും മര്യാദയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. എൻ്റെ ഒരുപാട് കാലത്തെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പോലീസുകാരിങ്ങനെ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങുമിങ്ങും വളഞ്ഞു ചിന്തിക്കേണ്ടി വരുന്നത് ചില സമ്മർദ്ദത്തിന്റെ പേരിലായിരിക്കും. അങ്ങനെയുള്ള ചില സമ്മർദ്ദത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരുപാട് സംഭവം കേരളത്തിലുണ്ട്. വളരെ ദുഃഖകരമായ സംഭവങ്ങളുണ്ട്. ഇന്നലെയും കാസർകോട്ട് ഒരു വീട്ടിൽ കയറി കാറും ബൈക്കുമെല്ലാം തീ വെച്ച് കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. 8 വയസ്സായ ഒരു കുട്ടിയെയും എടുത്ത് ഒരു പിതാവ് നടന്നു പോകുമ്പോൾ നീ വല്ലാത്തൊരു പ്രവർത്തകനാടാ, നിന്നെ ഞാൻ വെക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വഴിക്ക് വെച്ച് തടഞ്ഞു വെച്ച് വെട്ടുകയും അടിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട് വിട്ട് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾക്കും എല്ലാവർക്കും നീതി മാത്രം, ഒരു അണുവളവ് അധികം വേണ്ട. അങ്ങനെ കിട്ടണം. അതിന് വേണ്ടപ്പെട്ടതെല്ലാം ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പോ മറ്റൊരു ഗ്രൂപ്പോ ഗ്രൂപ്പിസമോ ഒന്നുമായി ഇവിടുത്തെ മന്ത്രിയോ ഗവൺമെന്റോ മാറാൻ പാടില്ലല്ലോ, മാറുകയുമില്ല. എന്നാൽ ഞങ്ങൾക്ക് വേറെ ഒരാൾ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇല്ലാത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതി ഉണ്ടാക്കി തരണം എന്ന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട മന്ത്രിയവர்களോട് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ കാലത്തെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന വ്യക്തമായ സംഭവം ഓർത്തുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. ഇവിടെ ഈ പരിപാടിക്ക് വന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഇവിടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ഉദ്ഘാടനം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അവர்கள் നടത്തുകയാണ്. അതാണ് അവിടത്തേക്ക് പ്രത്യേകമായി ഞങ്ങൾ വെച്ചിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. അവിടത്തേക്ക് പറഞ്ഞു തരേണ്ടതില്ല, എല്ലാ കോച്ചിങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്, മെഡിക്കൽ, 2 വിഷയത്തിൽ ഉള്ള ശരിയായ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി അവர்கள் നിർവഹിക്കുന്നു. അതിനായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്വിച്ച് കൊടുത്താൽ മതി. മന്ത്രി അവരുടെ കൂടെ വന്ന എല്ലാവർക്കും എൻ്റെ കൂടി കൃതജ്ഞത ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
മർക്കസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ രമേശ് സാറിന് ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഏറ്റവും ആദരണീയനും ബഹുമാനീയനുമായ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ, ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് ആബ്ദീൻ ബാഫക്കി തങ്ങൾ, ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സക്കാഫി, പ്രിയപ്പെട്ട CK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C അബ്ദുറഹ്മാൻ ഹാജി, KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ N സുബ്രഹ്മണ്യം, T സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി C ആദം മുൻഷി, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് ലാൽ, വിനോദ് പടതലം, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ മർക്കസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലമായി മർക്കസിൻ്റെ എല്ലാ പരിപാടികളിലും വാർഷികാഘോഷ ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഉസ്താദ് നൽകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആ പരിപാടികളിൽ നിർബന്ധമായി ഞാൻ അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. മർക്കസ് എന്ന ഈ മഹത്തായ സ്ഥാപനവും അതിന് നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദുമായിട്ടുള്ള എൻ്റെ അഭേദ്യമായ ബന്ധമാണ് കഴിഞ്ഞ 8-9 വർഷക്കാലമായി മർക്കസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു വിസ്മയമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10-22,000-ഓളം വിദ്യാർത്ഥികൾ മർക്കസ് ക്യാമ്പസിൽ താമസിച്ച് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ സയൻസ് കോളേജുണ്ട്, ITI ഉണ്ട്, അതോടൊപ്പം തന്നെ നിരവധി സ്കൂളുണ്ട്, കോളേജുണ്ട്. അങ്ങനെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ക്യാമ്പസിൽ 10-22,000-ഓളം വിദ്യാർത്ഥികളുമായി നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവഹിതമാണ്. അതിന് ഉസ്താദിൻ്റെ കഠിനമായ പരിശ്രമവും ആത്മാർത്ഥമായ സമീപനവും ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വലിയ ഒരു രാജ്യസേവനം തന്നെയാണ്. അനാഥരായ ബാലന്മാരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാതെ പോകുന്ന ധാരാളം ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുന്നുണ്ട്. മതപഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നൽകുന്നുണ്ട്. ദേശാഭിമാന ബോധത്താൽ വിജൃംഭിതരായ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥത നിറഞ്ഞ ഒരു പരിശ്രമമാണ് മർക്കസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും ഈ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉസ്താദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, നമ്മുടെ രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള ഈ 6 സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നു.
ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനോട് ശക്തമായ എതിർപ്പുണ്ടായപ്പോഴാണ് ISROയുടെ മുൻ ചെയർമാനും മലയാളിയുമായ ഡോക്ടർ കസ്തൂരി രംഗനെ ഇതേ സംബന്ധിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചത്. മലയാളിയായ കസ്തൂരി രംഗൻ ഈ വസ്തുതകൾ പരിശോധിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാഠിന്യം കുറച്ചുകൊണ്ട് 123 മറ്റേതാണെങ്കിൽ 500 അധികം വില്ലേജുകളെ ബാധിക്കുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ടായിരുന്നെങ്കിൽ അത് മാറ്റിയാണ് 123 വില്ലേജുകൾക്ക് മാത്രം ബാധകമായ നിലയിൽ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും പരിസ്ഥിതിക്കെതിരല്ല. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം അനിവാര്യമാണ്. കാലാവസ്ഥയുടെ നിയന്ത്രണത്തിനും സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം അനിവാര്യമാണ്. പക്ഷേ കേരളത്തിൽ ആരും പശ്ചിമഘട്ട മലനിരകളെ നശിപ്പിക്കുന്നില്ല. കർണാടകത്തിലെ റെഡ്ഡി സഹോദരന്മാരും ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവരും ഗോവയിലെയും വൻതോതിലുള്ള ഇരുമ്പയിര് ഖനനത്തിന്റെ ഫലമായി പശ്ചിമഘട്ടത്തിലുണ്ടാകുന്ന വൻതോതിലുള്ള ആഘാതം പരിഹരിക്കപ്പെടേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്. അതിനാരും തർക്കമുള്ള കാര്യമല്ല. കേരളത്തിൽ വർഷങ്ങളായി മഹാരാജാക്കന്മാരുടെ കാലം മുതൽ കുടിയേറി പാർത്ത് മണ്ണിൽ പണിയെടുത്ത് ഹിംസ്ര ജീവികളോടും കാലാവസ്ഥയോടും പടപൊരുതി ജീവിതം കണ്ടെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന മലയോര കർഷകരെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ ഇറക്കിവിടാൻ ആരും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇന്നും മുഖ്യമന്ത്രിയും ഞാനും കേന്ദ്ര ഗവൺമെന്റുമായും കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ കർഷകരുടെ ദ്രോഹകരമായി ബാധിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകരുത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ഉസ്താദ് ഇവിടെ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ ഞങ്ങളുടെ കൂടിയുള്ള ആശങ്കകളാണ്, കേരളത്തിൻ്റെ ആശങ്കയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഗവൺമെന്റ് ഭാഗത്തു ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചത് മർക്കസ് സ്ഥാപനങ്ങളോടും അദ്ദേഹം
രണ്ടാമതായി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തെയും സുന്നി സംഘടനയ്ക്ക് നേരെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അനാവശ്യമായ അക്രമങ്ങളും ഭീഷണികളും ഉയരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഉസ്താദ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അടിയന്തരമായ കാര്യങ്ങൾ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ നമ്മുടെ സൗദി അറേബ്യയിലേക്ക് കുറച്ച് ആളുകളെ ഇവിടെ റിക്രൂട്ട് ചെയ്യാനുള്ള എല്ലാ ലൈസൻസും നിയമപരമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും പോലീസ് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ആ തടസ്സങ്ങൾ നീക്കിയത് ഞാൻ ഓർക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് പൂർത്തിയാക്കാൻ ഉസ്താദിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സുന്നി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പ്രവർത്തനങ്ങളെയും അന്യായമായി നിയമപരമല്ലാത്ത നിലയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ, നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അതിനോട് ഗവൺമെൻറ് യാതൊരു യോജിപ്പുമില്ല. അതിൽ നിയമത്തിനോടൊപ്പം ഗവൺമെൻറ് ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും ശരി, അവർക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ടാകുകയില്ല എന്ന് കൂടി പറയുവാൻ ഈ അവസരത്തിലാണ്. ഗവൺമെന്റ് നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്താണ്. എന്നോട് എപ്പോഴും ഉസ്താദ് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, എനിക്ക് നീതി നടപ്പായാൽ മതിയെന്നാണ്. അങ്ങേക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നീതിയും നിയമവും അതിൻ്റെ വഴി തന്നെ പോകും എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ശ്രമിക്കും. അതാണ് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അത് തീർച്ചയായും ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് തന്നെ സർക്കാരും ആഭ്യന്തര വകുപ്പും നിലകൊള്ളും എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വേണമെന്നാണ്. അത് എനിക്ക് അനുവദിക്കാവുന്നേ ഉള്ളൂ. അത് ഞാനിവിടെ അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. 2, ഒരു NOCയുടെ കാര്യമാണ്. അത് ഞാൻ അവരോട് പറഞ്ഞു. പബ്ലിക് സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി CBSE, അതോടൊപ്പം തന്നെ മലയാളം മീഡിയം സ്കൂളാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അത് ഞാൻ അവരോട് എൻ്റെ അപേക്ഷ കൊടുത്തതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അനുവദിക്കാനുള്ള നടപടികൾക്ക് ഞങ്ങൾ മുൻകൈ എടുക്കുമെന്ന് കൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സ്ഥാപനവും ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഏത് അവസരത്തിലും ഈ സംസ്ഥാനത്തൊട്ടാകെ ഉസ്താദിൻ്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു മഹാനായ ഉസ്താദാണ് കാന്തപുരം ഉസ്താദ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ എപ്പോഴെല്ലാം എന്നെ വിളിച്ച, കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളാൽ തങ്ങളുടെ പരിപാടിക്ക് എന്നെ അവസാനമാണ് വന്ന് വിളിച്ചതെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് പോയി അത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദിൻ്റെ പരിപാടി തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അത് ഞങ്ങളാരും പോകരുത് എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഞാൻ പോകരുത് എന്ന് പറഞ്ഞ വിലക്കിനെ മറികടന്ന് അതിൽ പങ്കെടുത്തത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള ആഗാധമായ വ്യക്തിബന്ധവും ഈ പ്രസ്ഥാനത്തോടുള്ള താല്പര്യവുമാണ് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അതുകൊണ്ട് കിട്ടുന്ന ഏതൊരവസരത്തിലും ഈ പ്രസ്ഥാനത്തോടും ഉസ്താദിനോടും, കാരണം ഉസ്താദ് സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവന് സ്നേഹം കൊടുക്കുന്ന ആളാണ്, ശക്തി കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തിയിലും സ്നേഹത്തിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുകൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളോടും സർക്കാരിന് പൂർണ്ണമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല ഒരു പരിപാടിയാണ് ആരംഭിക്കുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എൻട്രൻസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അത്യാവശ്യമായ കാര്യമാണ്. ആ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് MBBS-നും എഞ്ചിനീയറിങ്ങിനും ഒക്കെ ഇപ്പം അഡ്മിഷൻ ലഭിക്കൂ. നമ്മൾ ജീവിക്കുന്ന ഒരു മത്സരത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ മത്സര പരീക്ഷകളിൽ വിജയിക്കണമെങ്കിൽ
അതിനാവശ്യമായ പരിശീലനം അനിവാര്യമാണ്. ആ പരിശീലനം കൊടുക്കാനുള്ള തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. ഇവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളുണ്ട് അല്ലേ? मुझे मालूम है कि जम्मू कश्मीर से, बिहार से और उड़ीसा से भी लोग इधर हैं. मैं कश्मीर और अन्य जगहों से, अन्य प्रदेशों से आए हुए हमारे भाइयों को मुझे एक निवेदन है. केरल एक पवित्र भूमि है. केरल की पवित्र भूमि में आकर के शिक्षा करने के लिए, शिक्षा देने के लिए आपको उस्ताद ने जो मौका दी है, बाहर से जो लोग आए हैं वो खड़े होने के लिए बोला है. बाहर से बाकी लोगों को बैठ सकता है. बाहर से जो लोग आए हैं, ठीक है, बैठिए. मैं आपसे, मेरा ये निवेदन है कि आपको एक बहुत बड़ी मौका मिली है. केरल एक पवित्र धरती है. इस पवित्र धरती में आकर के आपको शिक्षा में पाने का अवसर मिला है. इसलिए ईश्वर से आपको बिल्कुल प्रार्थना करना चाहिए. आपको एक बहुत बड़ी मौका उस्ताद ने आप लोगों को दी है. आपकी इस जीवन में आपको सबसे बड़ी उपलब्धि मिली है. आने वाले दिनों में भी आपको आगे जाने का एक सच्चे रास्ता उस्ताद ने आपको दी है. मैं आप सबको धन्यवाद देना चाहता हूँ. और आने वाले आपके जीवन में शक्तिशाली बनने के लिए आपको कोशिश करना है. ईश्वर को प्रार्थना करना है. मैं आप सबको शुभकामना देना चाहता हूँ. ഈ സന്ദർഭത്തിൽ ഇവിടെ അനാഥരായ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ളത് അനാഥരെ, ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ മഹത്തായ പ്രവാചകന്റെ മഹത്തായ ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയും അവരെ വഴികാട്ടുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്യുന്നത്. മതപഠനത്തോടൊപ്പം അവർക്ക് മറ്റ് വിദ്യാഭ്യാസം കൂടി നൽകി ജീവിതത്തിൽ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഉസ്താദിന്റെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും അനുകരണീയമാണ്. എനിക്ക് ആ കുട്ടികളോട് പറയാനുള്ളത്, എനിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം തീർച്ചയായും കൈക്കൊള്ളും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൂടി ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ വരാൻ സമയം നിശ്ചയിച്ച സമയത്തിന് വളരെ വൈകിയാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഉസ്താദിന് അറിയാം അതിൻ്റെ കാരണം. ഏതായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ വരുമ്പോൾ എപ്പോഴും മനസ്സിനൊരു സന്തോഷമാണ്. കർമ്മോത്സുകതയോടെ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഉസ്താദ് കാന്തപുരം ഉസ്താദിന് എല്ലാവിധ മംഗളങ്ങളും സർവശക്തനായ ദൈവം എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഷേഖുന ഉസ്താദിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ അനാഥ കുട്ടികൾ ഇവിടെ പഠിക്കുന്നതിന് പുറമെ ഹോം കെയർ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് 2 വയസ്സ് മുതൽ 10 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളെ ഏറ്റെടുക്കുകയും അവരുടെ രക്ഷിതാക്കൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് 10 വയസ്സ് വരെ പഠിപ്പിക്കുകയും ശേഷം അതത് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അടക്കം 3000-ഓളം അങ്ങനെ ഉള്ള അനാഥ കുട്ടികളെയും കൂടി ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി മന്ത്രി അവരുടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നേരത്തെ ഇന്റർവ്യൂ നടത്താൻ വന്ന ആളുകൾ യഥാർത്ഥത്തിൽ 2500-3000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, അതിലധികവും അനാഥ കുട്ടികളാണ്. ഇവിടെ നിന്ന് UAE-യിൽ പോയി അവിടുത്തെ ഒരു അഡ്നോക്ക് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മറ്റ് ഫിലിപ്പൈൻസിൽ നിന്നും മറ്റുമൊക്കെ കുട്ടികളെ ജോലിക്കാരെടുത്താൽ അവരൊരു മാസം കൊണ്ട് കക്കാൻ തുടങ്ങും, അവർ കള്ളു കുടിക്കും,
ഇങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെ ഒഴിവാക്കി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് അവർ തീരുമാനിച്ചു. ആ എടുത്ത കുട്ടികളിലും മുസ്ലിമും നോൺ മുസ്ലിമും ഉണ്ട്. അതുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആരോ ഒരു ടെലിഫോൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നിട്ട് ഫയലൊക്കെ വലിച്ച് എറിഞ്ഞ് നാശമാക്കി കളഞ്ഞു. ഈ വിവരം UAE ഗവൺമെന്റ് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇന്ന് നിങ്ങളവിടെ ഉണ്ടായി, വിളിച്ചപ്പോൾ മന്ത്രിയെ പെട്ടെന്ന് കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിലോ ഈ അറബികളായ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു പോകില്ലായിരുന്നോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. അതുകൊണ്ട് ഇതൊരു അപേക്ഷ വെച്ചുകൊണ്ട് ഞാൻ മന്ത്രി അവർക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്. അതിന് ഒരു നല്ലൊരു മറുപടി തന്നാൽ നമുക്ക് വിദേശത്തുള്ളവരോട് കൂടി അത് കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് മന്ത്രിയുടെയോ മിനിസ്ട്രിയുടെയോ ആരുടെയും തകരാറല്ല എന്ന് ഞാൻ അവർക്ക് പ്രത്യേകമായി എഴുതി അറിയിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു. ഒരു SI വന്നിട്ട് അവിടുന്ന് എന്താ വൈത്തിരി അവിടുത്തെ വലിയ മിനിസ്ട്രിന്റെ വലിയ ആളുകൾ വന്നിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരെയും ഞങ്ങൾ ഇക്കാലം വരെ രേഖയില്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ ഞങ്ങളൊരു സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്കൂൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ കുത്തനുള്ളൊരു കുന്നാണ്. ആ മേലെ ഭാഗത്ത് താഴോട്ടെടുത്ത് മണ്ണിടണം. അതിന് ഞങ്ങൾ എഴുതി കൊടുത്തു. മലപ്പുറം ജില്ലാ കലക്ടർ കുറേ ദിവസം ഇങ്ങനെ താമസിപ്പിച്ച്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ആരോടും പറയാണ്ട് കള്ളത്തരത്ത് ചെയ്യുന്നവരൊക്കെ ചെയ്യും, ഞങ്ങൾ നിയമപ്രകാരം ചെയ്തിട്ടാണോ നിങ്ങൾ ഞാൻ താമസിപ്പിക്കുന്നത്? ഇപ്പൊ തരാന്ന് പറഞ്ഞു. ഉടനെ തന്നെ എഴുതി കൊടുത്തയച്ചു. അങ്ങനെ ഞങ്ങൾ നിയമത്തിൽ കൂടെ അല്ലാതെ ഒന്നും ഇവിടെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വിജയം കിട്ടുന്നത്. കുറച്ചൊക്കെ താമസം ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏതായാലും നമ്മുടെ സമയം വളരെ വൈകിയത് കൊണ്ട് ഇവരൊക്കെ പ്രസംഗിക്കണം. നമ്മൾ സുബ്രഹ്മണ്യൻ സാർ ഒരു ഒറ്റ വാക്ക്, നമ്മളടുത്ത നാട്ടുകാരനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് ഒരു ഉപഹാരം നൽകുന്നു. സൈനുലാബ്ദീൻ തങ്ങൾ എല്ലാവർക്കും കൂടെ ബഹുമാന്യനായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ ബഹുമാന്യരായ മന്ത്രിക്ക് മർക്കസിന്റെ ഉപഹാരം സമർപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുന്നി പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേദി ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. ബഹുമാന്യനായ മന്ത്രിക്ക്, ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സഹോദരങ്ങൾക്കും ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 3 സ്വലാത്തോടെ ഈ സംഗമം അവസാനിച്ചതായി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മഹത്തായ ദൗറത്തുൽ ഖുർആൻ ദിക്റു ദുആ മജ്ലിസ് ഉടനെ ഇവിടെ ആരംഭിക്കുകയാണ്. ഏറെക്കാലം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ അജയ്യ നായകൻ കൂടിയായ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവർകളുടെ 3ാം ഉറൂസിൻ്റെ ദിവസം കൂടിയാണ്. മഹാനായ ഉസ്താദ് അവർകൾക്കുൾപ്പെടെ ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗലോകത്ത് ഒത്തുചേരാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദൗറത്തുൽ ഖുർആൻ എന്ന പ്രശസ്തമായ ഈ വേദി
മർക്കസ് അനൗൺസ് ചെയ്തതു മുതൽ വളരെ താല്പര്യത്തോടെ പ്രതികരിച്ച് ഇത്തരം വേദികൾക്കായി കാത്തിരുന്ന ഒരുപാട് മുഹിബ്ബുകൾ ഇപ്പോൾ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.